ഡേ 44 ബിഗ് ബോസ് സീസൺ 7 വീക്ക്ലി ടാസ്ക് ആണ്. വീക്ക്ലി ടാസ്കിന്റെ പേര് എന്താണ്, 5 സ്റ്റാർ ഹോട്ടൽ. ഇത് 5 സ്റ്റാർ ഹോട്ടൽ അല്ല, ഇത് 1 സ്റ്റാർ ചന്ത. ചന്ത എന്ന് വേണ്ടി പറയാം. ഇത് ഹോട്ടലായിട്ട് ഒരിക്കലും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള റോൾസ് ബിഗ് ബോസ് അസൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒന്നും ഒരു ഒരു ബ്യൂട്ടി ഇല്ല, ഒരു ഗ്രേസ് ഇല്ല. അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ചെയ്യാണ്ട് ചുമ്മാ കല 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 കല. ഇതാ ഞാൻ ആദ്യം മുതലേ പറയുന്നത്. ഈ ഒരു സീസൺ 7ന്റെ ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മണ്ടന്മാരാ, ഒറ്റ ഗെയിമേഴ്സ്, ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒറ്റ ഒരാൾ പോലും ഇല്ല. അതാണ് ഈ ഒരു സീസണിലെ ഏറ്റവും വലിയ പ്രശ്നം. സോ ബിഗ് ബോസ് 5 സ്റ്റാർ ഹോട്ടൽ, ഞാൻ ഒരിക്കലും ഇതിന് 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് വിളിക്കില്ല. ഇനിയിപ്പോൾ നാളെ മാറി കഴിഞ്ഞാൽ അവർ ഇമ്പ്രൂവ് ആയി അതൊരു 5 സ്റ്റാർ ഹോട്ടൽ പോലെ തോന്നുകയാണെങ്കിൽ ഐ വിൽ കോൾ ഇറ്റ് ആസ് 5 സ്റ്റാർ ഹോട്ടൽ. അതർവൈസ് അതുവരെ ഞാൻ വിളിക്കുന്നത് 1 സ്റ്റാർ ചന്ത. ഈ 1 സ്റ്റാർ ചന്തയിൽ എല്ലാവർക്കും ബിഗ് ബോസ് ഓരോ റോൾസ് കൊടുത്തിട്ടുണ്ട്. ഒന്നിനും അവരെ റോൾസ് ചെയ്യാൻ പറ്റില്ല. ആ കൂടി ഞാൻ കാണുമ്പോൾ കിച്ചണിൽ ഒനിയൽ ആൻഡ് ജിഷിൻ നന്നായി ചെയ്യുന്നുണ്ട്. അവര് ഹോട്ടലിലത്തെ കിച്ചണിലത്തെ ഷെഫുകളാണ്, നന്നായി ചെയ്യുന്നുണ്ട്. പിന്നെ ഷാനവാസ് ആൻഡ് അനീഷ്, അവര് ക്ലീനേഴ്സ് ആണ്. അവര് ബെഡ്റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്, ഒരുപാട് ഗെയിമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബട്ട് ടാസ്ക് തുടങ്ങിയപ്പോൾ അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ ജാനിറ്റേഴ്സ് ആയിട്ട് വന്ന നൂറയും അഭിലാഷും ഈസ് ഓൾസോ ഡൂയിങ് ഗുഡ്. ഇതിലെനിക്ക് ഏറ്റവും വെറുപ്പിക്കൽ, അതായത് റോളിൽ, അതായത് മൂപ്പുള്ള റോള് എന്താണെന്ന് അറിഞ്ഞിട്ട് പോലും ഈ ഗെയിമിനെ ഏറ്റവും കൂടുതൽ വെറുപ്പിക്കാൻ നോക്കുന്ന ഒരു കോണ്ടസ്റ്റന്റ് ആയിട്ട് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് ബിന്നിയാണ്. ഇമാതിരി ഷിറ്റി പ്ലേ. ഈ ടാസ്കിനെ എത്രത്തോളം വെറുപ്പിക്കാം അതാണ് ബിന്നി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കോപ്പും അറിയില്ല, ഒരു തേങ്ങയും അറിയില്ല, ചുമ്മാ കല 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 എന്ന് പറഞ്ഞിട്ട് ചുമ്മാ അടി ഉണ്ടാകൊണ്ടിരിക്കുക. ചന്തയിൽ എന്താ നടക്കുന്നത് അതേപോലത്തെ അതേ സ്വഭാവം. വലിയ ഹോട്ടൽ, എന്താണ്, പുറത്ത് വലിയ 2-3 ഹോട്ടലിന്റെ ഒക്കെ വലിയ ഉടമയാണ്. ബട്ട് ചന്തയിൽ പെരുമാറുന്ന അതേ സ്വഭാവമാണ് ഈ ഒരു ബിഗ് ഷെഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെരി ഷിറ്റി, എന്താണ്, റോളാണ് മൂപ്പൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നിയത് റെന ഫാത്തിമ. റെന ഫാത്തിമ ആൻഡ് ബിന്നി ചുമ്മാ അടിയിട്ടാണ്ടിരിക്കുന്നത്. ഈ ഒരു ഗെയിമിന്റെ ഒരു ഗ്രേസ് ആൻഡ് ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ, കിട്ടുന്നില്ല. കഴിഞ്ഞൊരു സീസൺ, അതായത് സീസൺ 5-ലായി കഴിഞ്ഞാലും സീസൺ 4-ലായി കഴിഞ്ഞാലും അതിലൊരു രസം ഉണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ ഒരു ഹോട്ടലിന്റെ ഒരു ഫീല് വരണം. ഇതിലൊന്നുമില്ല. ഇത് ഹോട്ടലൊന്നല്ല, ഇത് ജസ്റ്റ് ആ ബിഗ് ബോസ് എന്താണോ ആ ഹൗസ് അതേ സെയിം പോലെ കാണാൻ പറ്റും. 2 ഗസ്റ്റാണ് വന്നത്, ഷിയാസ് കരീം ആൻഡ് ശോഭ വിശ്വനാഥ്. ഷിയാസ് കരീം ആൻഡ് ശോഭ വിശ്വനാഥ്, ഐ വാസ് എക്സ്പെക്ടിങ് സംതിങ് ബിഗർ. അതായത് നല്ല കിഡിലായിട്ടുള്ള ചലഞ്ചേഴ്സ്, അതായത് നല്ല കിഡിലും ഗെയിം, അതായത് മൈൻഡ് കൊണ്ട് കളിക്കുന്ന ആൾക്കാരെ വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് ഷിയാസ് കരീം, ശോഭ, എന്താ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ എന്നല്ലേ പറ്റൂ. ഈ സീസണിൽ ഇതൊക്കെ മതി, അതായിരിക്കും ബിഗ് ബോസിന് തോന്നിയിട്ടുണ്ടാവുക. സോ ഷിയാസ് കരീം ആൻഡ് ശോഭ വന്നു. ശോഭ ആ ഒരു അഖിൽമാരാരുടെ സീസണിൽ തന്നെ വൺ ഓഫ് ദി ഇറിറ്റേറ്റിംഗ് കോണ്ടസ്റ്റന്റ് ആയിരുന്നു. മൂപ്പർക്ക് മൂപ്പരേതായിട്ടുള്ള ഇഷ്ടങ്ങളിൽ ആ ഒരു ബൗണ്ടറി ഉണ്ട്, അതിന്റെ പുറത്തേക്ക് മൂപ്പർ വരില്ല. സോ ആ ഒരാള് ലക്ഷ്മി എന്നൊരു അവിടെ ജനറൽ മാനേജറാണ്. ജനറൽ മാനേജർ ഉണ്ട്, പിന്നെ മാനേജർ ഉണ്ട്, പിന്നെ അസിസ്റ്റന്റ് മാനേജേഴ്സ് ഉണ്ട്. ജനറൽ മാനേജറായിട്ട് ഈ UK ലക്ഷ്മിയാണ്. പിന്നെ ഉള്ളത് അതിൻ്റെ ഇടയിൽ അനുമോൾ, അതിൻ്റെ ഇടയിൽ 2 അസിസ്റ്റന്റ് മാനേജേഴ്സ് ആയിട്ട് അക്ബർ ആൻഡ് റെന ഫാത്തിമ. അപ്പൊ ഇതില് റെന, UK ലക്ഷ്മിയുടെ ആ ഒരു സംഭവം കഴിഞ്ഞതാണ്. അതിലെ മൂപ്പറൾ പറഞ്ഞതിൽ ഏറ്റവും വലിയ തെറ്റ് പ്രോഗ്രസീവ് ചിന്താഗതി. ഓക്കെ, ദാറ്റ് ഈസ് ഫൈൻ. ബട്ട് മൂപ്പറളിൽ പറഞ്ഞതിൽ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല, അതായത് ആദില നൂറനെ. ദാറ്റ് ഈസ് എ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് മൂപ്പറൾ പറഞ്ഞ എന്നാണ് എൻ്റെ ഒരു ഇതിൽ. ബാക്കിയുള്ള മൂപ്പറളുടെ കാഴ്ചപ്പാടുകൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് മൂപ്പറളുടെ ഇഷ്ടമാണ്. ദാറ്റ് വി ആർ നോട്ട് സം വൺ ഹൂ ടു അത് മാറ്റാനോ അതൊന്നും നമ്മൾ ഇഷ്ടമല്ല. അത് മൂപ്പറൾ തന്നെ അത് മാറ്റണം. അതിൽ നമ്മൾ ഓവറായിട്ട് മൂപ്പറകളെ എന്താണ് കഠിനമായിട്ട് അത് പറഞ്ഞിട്ട് അത് മാറ്റാനൊന്നും പറ്റില്ല. മൂപ്പറകൾക്ക് ഓരോ സ്പെസിഫിക് ജെൻഡറിനെ എന്താണ് നോർമലൈസ്, അതായത് ലെസ്ബിയൻ കപ്പിൾസിനെ മൂപ്പറൾക്ക് എന്താണ് നോർമലൈസ് ചെയ്യാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് ഹെർ പെർസ്പെക്റ്റീവ്. മൂപ്പറാളെ വേ ഓഫ് പെർസ്പെക്റ്റീവ്, ചിന്താഗതി എന്ന് മൂപ്പറാൾക്ക് അതേ പറ്റൂ. അത് ഭയങ്കര എന്താ പറയാ ഹാർഡായിട്ട് പറഞ്ഞ അത് ഇന്ന് തന്നെ മാറുമെന്നൊന്നുമില്ല. ശോഭ വന്നേക്ക് തന്നെ ഇത് പിടിച്ചിട്ടാണ് ലക്ഷ്മിനെ തൂക്കിക്കൊണ്ടിരിക്കുന്നത്. യെസ്, മൂപ്പറാള് പറഞ്ഞത് വലിയ തെറ്റാണ് ലക്ഷ്മി. ബട്ട് യു കാൺട്ട് ഫോഴ്സ് സം വൺ, അതായത് അതിൽ നിന്ന് മാറ്റാൻ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ശോഭ
ശോഭ എന്നൊരു കോണ്ടസ്റ്റന്റ് അഖിൽമാർ എന്ന സീസണിൽ എന്താ ചെയ്തതെന്ന് നമുക്കറിയാം. സോ യു ഡോണ്ട് ഹാവ് ദ റൈറ്റ് ടു ചേഞ്ച് സമൺസ് പെർസ്പെക്റ്റീവ്. മൂപ്പരാള് ഇത്രയും ലാലേട്ടൻ വന്ന് പറഞ്ഞിട്ട് മൂപ്പരാളെ പെർസ്പെക്റ്റീവിൽ മൂപ്പരാൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഷീ ഹാവ് ഹെർ റൈറ്റ് ആൻഡ് ഫ്രീഡം ടു ഡു ഇറ്റ്, ടു സ്റ്റിക്ക് ഓൺ ടു ഹെർ ഡിസിഷൻ. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. സോ അതിനെ തുടർന്ന് ഒരു വൻ ഡ്രാമ. എന്തിനാണ് ഈ ലെസ്ബിയൻ കപ്പിൾസിനെ പിന്നെയും ഇതിലോട്ട് കൂടുതൽ ഓവർ ഷോ ചെയ്ത് ഈ ഒരു ഷോയിലോട്ട് ഈ ബേബി ഹോട്ട് എന്താണ് 5 സ്റ്റാർ ഹോട്ടൽ കളിച്ചുകൂടാ? അതിലോട്ട് ആദില നൂറ എന്നൊരു കപ്പിൾസിന്റെ ഒരു ഇതില് പിന്നെ അതിൽ വലിച്ചു വാരി ഇറ്റ് വാസ് സോ സക്സ്, സോ ബോറിങ്. ലെസ്ബിയൻ കപ്പിൾസ് അതൊരു ടോപ്പിക്കേ അല്ല, അതൊരു നോർമലൈസ്, ചില ആൾക്കാർക്ക് അത് നോർമലൈസ്ഡ് ആയി തുടങ്ങിയിരിക്കുന്നത്. അത് ഇനി ഇതിലേക്ക് കൊണ്ടുവന്ന് പിന്നെ കല എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല. വി ഹാവ് മെനി തിങ്സ്. പിന്നെ ഒരുപാട് ക്ലൂകൾ ഈ ഒരു 2 ഗസ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. അത് ഈ മണ്ടന്മാരായിട്ടുള്ള ഹൗസ് മേറ്റ്സ് മനസ്സിലാവോ എന്ന് തന്നെ അറിയില്ല. അതായത് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യനെ കൊണ്ട് ശോഭയുടെ സാരി പിടിപ്പിക്കുന്നുണ്ട്. സോ അതിന്റെ അർത്ഥം ഒന്നാണ്. പിന്നെ ഷിയാസ് കരീം പോയിട്ട് മറ്റേ പ്ലാച്ചി പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അതില് മൂപ്പരാളെ കരച്ചിൽ ഡ്രാമ കണ്ട് തുടങ്ങിയിട്ട് നേരെ ബാത്റൂമിലോട്ട് കയറി ചെല്ലുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ശോഭ വാസ് സെയിങ് ഫോക്കസ് ഓൺ യുവർ ഗെയിം. ദാറ്റ് വാസ് ഗുഡ്, നല്ലൊരു മോട്ടിവേഷൻ ആയിരുന്നു. ബട്ട് ഗെയിം ഇല്ലാത്ത ആൾക്ക് എന്ത് ഫോക്കസ് ആണ്? അനുമോൾക്ക് അവിടെ എന്ത് ഗെയിമാണ് ഇതുവരെ ഇല്ലാത്തത്? ജസ്റ്റ് കരച്ചിൽ മാത്രമല്ലേ ഉള്ളൂ. സോ ഷീ ഡോണ്ട് ഹാവ് എനി ഗെയിം ടു ഫോക്കസ്. സോ പ്ലാച്ചി പോയതിൻ്റെ ഒരു വിഷമത്തിൽ ഇനി അവിടെ ഇവിടെ ഇരുന്ന് കരച്ചിൽ ഇരുന്നിട്ട് കുറച്ച് എന്താണ് ഒരു ഇമോഷണൽ എന്താണ് സപ്പോർട്ട് ഇനി ഒരു ഓഡിയൻസിൽ നിന്ന് കിട്ടും. അതെന്തായാലും അതിലൊരു വഴി ഷിയാസ് കരീം കൊടുത്തിട്ട്, അത് ഷിയാസിന്റെ ഒരു പ്ലാൻ ആണോ എന്ന് എനിക്ക് നല്ലൊരു ഡൗട്ട് ഉണ്ട്. അനുമോൾക്ക് കുറച്ച് പുറത്തുനിന്നുള്ള സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഡോളിന്റെ കേസിലൊക്കെ രജിത് സർ ഓൾറെഡി പണ്ടേ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് പുറത്തുനിന്ന് കൊടുത്തിട്ടല്ലോ, ഉള്ളിൽ നിന്നുള്ള പാവ തന്നെ അതൊക്കെ ഉള്ളത്. ഇത് വളരെ എന്താ പറയുക ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പ്ലാച്ച് ചെയ്യാൻ അനുമോൾ ജസ്റ്റ് ഫോർ ഓഡിയൻസ് ഫേക്ക് ഡ്രാമ, കരച്ചിൽ പോലെ തന്നെ എല്ലാം ഫേക്കാണ് അനുമോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെ എന്താണ്, 2 ഗസ്റ്റ് വരുമ്പോ അവരെ ഇൻവൈറ്റ് ചെയ്യുന്നത് കാണും. അയ്യോ ചന്ത, ജസ്റ്റ് ചന്ത, ഹോട്ടൽ അല്ലത്, ചന്ത, 1 സ്റ്റാർ ചന്ത. അവസാനം ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്യണം ആ ഫ്രണ്ടിൽ നിന്ന് മാറി സൈഡിലോട്ട് നിൽക്കണം എന്ന്. ഇത്രക്കും വൺ ഓഫ് ദ ക്ലാസിക് ആയിട്ടുള്ള ഒരു വീക്ക്ലി ടാസ്കിൽ പെട്ട ഒരു സംഭവമാണ് ഇത്, ഈ 5 സ്റ്റാർ ഹോട്ടൽ. അത് ഈ സീസണോട് അത് നശിപ്പിക്കും എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. കാരണം നാളെ ഇനി മാറുമെന്ന് അറിയില്ല. ഐ ഹോപ്പ് ദേ ഇംപ്രൂവ് ദെയർ ഗെയിം. ഇതുവരെ ഒന്നും ഇഷ്ടമായിട്ടില്ല. വളരെ മോശമായിട്ടാണ് എല്ലാവരും ഈ ഒരു 5 സ്റ്റാർ അല്ല 1 സ്റ്റാർ ചന്തയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ട് പോലും ദേ ആർ നോട്ട് ഡൂയിങ് ഇറ്റ്. ദാറ്റ് ഈസ് ക്വൈറ്റ് ഡിസപ്പോയിൻറ്റിങ്. ഗെയിം ടാസ്കിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറെ ഈ അക്ബറിൻ്റെയും എന്താണ് അനീഷിൻ്റെയും വലിയ പണി, അത് വൈൽഡ് കാർഡ് കൊടുത്ത പണികൾ എടുത്ത് കളയാനൊരു ചാൻസ് കൂടെ, കൂടുതൽ കോയിൻസ് ആരാ കളക്ട് ചെയ്യുന്നത്, അപ്പോൾ അവരെ ആ വലിയ പണി അവരെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റും. അക്ബറിന് കിട്ടിയെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും ക്യാപ്റ്റൻ ആവാൻ പറ്റില്ല, അനീഷിന് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ കൂടുതൽ കോയിൻ ആര് കളക്ട് ചെയ്യുന്നത് അത് ഇതാക്കും. പിന്നെ സാബുമോൻ എന്താ ചെയ്യുന്നത് സാബുമോൻ ഐഡിയ അല്ല, എന്താണ് മജീഷ്യൻ ആണ്, അവിടെ പിടിച്ച് അങ്ങോട്ടും കൊണ്ടൊക്കെ നടക്കുന്നുണ്ട്. ബിന്നി ഷെഫിൽ കിച്ചണിൽ കിടക്കുന്ന ആൾ അവർ വീട്ടിൽ ഗസ്റ്റുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സച്ച് എ പാത്തറ്റിക് കോണ്ടസ്റ്റൻസ് എവർ ഇൻ ബിഗ് ബോസ് ഹിസ്റ്ററി. അതാണ് സീസൺ 7.